വിശുദ്ധ ദൈവത്തിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ ജനനത്തിന് മുൻപായി ചില മാസങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകൻ ജനിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്ന ആ സാഹചര്യം നമുക്കറിയാം. സക്കറിയാവും ഭാര്യ എലിസബത്തും വളരെ പ്രായമുള്ളവരായിരുന്നു. എന്നാൽ ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പുരോഹിതനായ സക്കറിയാവിൻ്റെ പ്രാർത്ഥന അത് മാത്രമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ഈ സക്കറിയാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നു, സക്കറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഈ ഒരു വേദഭാഗത്തിൽ സക്കറിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടാകുമ്പോൾ നാം നമ്മളോട് തന്നെ പറയണം, ഭയപ്പെടേണ്ട. സക്കറിയാവിന് ഭയമുണ്ടോ? ഭയമില്ല, പക്ഷെ ആശങ്കകൾ ഒത്തിരിയുണ്ട്. ഭയങ്ങളില്ല, പക്ഷെ ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ദൈവാത്മാ പറയുന്നു, സക്കറിയാവേ നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു, നിന്റെ വിസ അടിച്ചു, നിനക്ക് ജയം നൽകിയിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നൊരു ശബ്ദം നമ്മൾ കേട്ടാൽ നമുക്ക് സന്തോഷമാണ്. ഹന്ന ദിവസം നീ പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നു, ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹന്ന ദൈവാലയം വിട്ടുപോയിട്ട് അവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല. കാരണം അവളുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായി, എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. പ്രത്യേകിച്ച് നാളുകളായി തലമുറകളില്ലാതെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എനിക്കൊരു തലമുറയെ വേണം, അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, വിഷമിക്കേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ദൈവം ആ കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുക. ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും കാണത്തില്ല. വിശ്വസിക്കാൻ തയ്യാറാകുക, ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. നിങ്ങളുടെ മുഖം ഇനിയും വാടേണ്ട കാര്യമില്ല. ഹന്നയ്ക്ക് ദൈവം ഒരു മകനെ കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഹന്നയുടെ മുഖത്ത് പ്രസാദത്തിൻ്റെ കുറവൊന്നും വന്നില്ല. അവളുടെ മുഖം വാടിയിട്ടില്ല. കാരണം അവക്കറിയാം, എൻ്റെ ദൈവം പറഞ്ഞാൽ അത് ചെയ്യുന്നവനാ. ഇന്ന് ഈ ഒരു വാഗ്ദത്തമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ദൈവം നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലല്ലോ, നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നല്ലോ, ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ലല്ലോ എന്ന് പറയുന്നെങ്കിൽ സക്കറിയാവിനോട് പറഞ്ഞ അതേ വചനം നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? ചിലർ രോഗികളാണെന്ന് ഭയപ്പെടുന്നവരുണ്ട്, രോഗിയായി പോകുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ വേർപെട്ടു പോയാൽ എന്തു ചെയ്യും? ഭാര്യ നഷ്ടപ്പെട്ടാൽ, ഭർത്താവ് നഷ്ടപ്പെട്ടാൽ, ഇങ്ങനെയൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ട്. ധൈര്യപ്പെടുക, എന്തുകൊണ്ട്? കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഭയം നിങ്ങളെ കീഴടക്കരുത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് വചനം പറയുന്നു. നിങ്ങൾക്ക് ദൈവത്തോട് അടുത്ത സ്നേഹമുള്ളപ്പോൾ ഭയം തന്നെ ഓടിയകലും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യത്തോട് നിങ്ങൾ പറയണം, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. സന്തോഷവും ഉല്ലാസവും ഉണ്ടാകാൻ അത് കാരണമായി തീരും. ഏത് വിഷയമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്, ആ വിഷയത്തിൽ ദൈവകരം ഇറങ്ങി വരും. അതുകൊണ്ട് വീണ്ടും ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന, നമ്മുടെ അപേക്ഷകൾ ചെവിക്കൊള്ളുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. വചനം പറയുന്ന പോലെ അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവർ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മൾ ദൈവസന്നിധിയിലേക്ക് നോക്കുമ്പോൾ, ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആരോഗ്യത്തോടെ സക്കറിയാവിനും എലിസബത്തിനും ദൈവം യോഹന്നാൻ സ്നാപകൻ എന്ന ഒരു ബാലനെ നൽകിയ അവനാണ് യേശുവിൻ്റെ മുന്നോടിയായിട്ട് വന്നത്. ഞാൻ പറഞ്ഞത്, ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ദൈവിക വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചിട്ട് നമുക്ക് പറയാം, എൻ്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരുന്നൊരു ദൈവം എന്നോട് കൂടെയുണ്ട്. അതെ, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത് അനുഭവിക്കാൻ ഈ ക്രിസ്മസ് കാലത്ത് ദൈവം സഹായിക്കട്ടെ. ഈ ന്യൂ ഇയർ കാലത്ത് കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.